ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പഹൽഗാം ഭീകരാക്രമണം മാനവരാശിക്കെതിരായ ആക്രമണമെന്ന് ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരാക്രമണത്തെ അപലപിക്കുന്ന ബ്രിക്സ് പ്രഖ്യാപനത്തിന് പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇറാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് അബ്ബാസ് അരക്ചിയുമായി റിയോ ഡി ജനീറോയിൽ കൂടിക്കാഴ്ച നടത്തി. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ ഇന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തും. കളമശ്ശേരി നുവാൽസിൽ വിദ്യാർത്ഥികളുമായും അധ്യാപകരുമായും സംവദിക്കും. സസ്പെൻഷനെതിരായി കേരള സർവകലാശാല രജിസ്ട്രാർ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ഗാസയിൽ സമാധാനത്തിന് വഴി തെളിയുന്നു. ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ചർച്ചകൾ ഖത്തറിൽ. എഡ്ജ്ബാസ്റ്റണിൽ ഇന്ത്യയ്ക്ക് ചരിത്ര ജയം. ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ 336 റൺസ് ജയത്തോടെ പരമ്പരയിൽ ഒപ്പത്തിനൊപ്പം. വാർത്തകൾ വിശദമായി. മാനവരാശിക്കെതിരായ വെല്ലുവിളിയാണ് പഹൽഗാം ഭീകരാക്രമണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരാക്രമണത്തോടുള്ള നിലപാട് സൌകര്യം അനുസരിച്ചാകരുതെന്നും എവിടെ നടന്നു എന്ന് നോക്കി നയം രൂപീകരിച്ചാൽ അത് മാനവരാശിക്കെതിരായ നിലപാടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി സുരക്ഷ, സമാധാനം എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിക്കുന്ന ബ്രിക്സ് പ്രഖ്യാപനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു. ഭീകരവാദത്തിന് ഇരയായവരെയും ഭീകരവാദികളെയും ഒരേ തുലാസിൽ അളക്കേണ്ടതില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പഹൽഗാം ഭീകരാക്രമണം ഇന്ത്യയുടെ വ്യക്തിത്വത്തിനും ആത്മാഭിമാനത്തിനും നേരെയുണ്ടായ ആക്രമണമായിരുന്നു എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഭീകരവാദത്തെ ഏതെങ്കിലും രാജ്യം പ്രത്യക്ഷമായോ പരോക്ഷമായോ പിന്തുണച്ചാൽ അതിന് കനത്ത വില നൽകേണ്ടി വരും. മനുഷ്യത്വം പുലരുന്നതിന് സമാധാനവും സുരക്ഷിതവുമായ അന്തരീക്ഷം ആവശ്യമാണെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ഈ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ ബ്രിക്സ് നിർണായക പങ്ക് വഹിക്കുന്നതായും വ്യക്തമാക്കി. ഗസയിൽ എത്രയും വേഗം സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. 17ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി ബഹുസ്വരത, സാമ്പത്തിക കാര്യം, നിർമ്മിത ബുദ്ധി എന്നീ വിഷയങ്ങളിൽ സംഘടിപ്പിച്ച ഔട്ട്റീച്ച് സെഷനിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ബ്രിക്സ് ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമുമായി കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധം, ഭീകരവാദ വിരുദ്ധ പ്രവർത്തനം, വിദ്യാഭ്യാസം, വ്യാപാരം, നിക്ഷേപം, ഔഷധ നിർമ്മാണം തുടങ്ങിയ മേഖലകളിലെ ഇന്ത്യ മലേഷ്യ പങ്കാളിത്തത്തിന്റെ പുരോഗതി ഇരു നേതാക്കളും അവലോകനം ചെയ്തു. പഹൽഗാം ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ച ഇബ്രാഹിമിനെ പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. ക്യൂബ പ്രസിഡന്റ് മിഗുവൽ ഡയസ് കാനൽ ബെർമുഡസുമായി ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തി. സാമ്പത്തിക സഹകരണം, ജൈവ സാങ്കേതിക വിദ്യ, ആയുർവേദം, ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യങ്ങൾ, UPI തുടങ്ങിയ മേഖലകളിലെ സഹകരണം ചർച്ചയായി. ബ്രസീലിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിക്കിടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇറാനിയൻ വിദേശകാര്യമന്ത്രി സെയ്ദ് അബ്ബാസ് അരക്ചിയുമായി കൂടിക്കാഴ്ച നടത്തി. സംഭാഷണത്തിൽ അടുത്തിടെയുണ്ടായ സംഘർഷങ്ങളെക്കുറിച്ച് പരാമർശിച്ചതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മെക്സിക്കോ വിദേശകാര്യ സെക്രട്ടറിയുമായും വിദേശകാര്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി. ആരോഗ്യം, സാങ്കേതികവിദ്യ, ബഹിരാകാശം തുടങ്ങിയ മേഖലകളിലെ ഇന്ത്യ മെക്സിക്കോ പങ്കാളിത്തത്തിന്റെ പുരോഗതി ചർച്ച ചെയ്തതായി വിദേശകാര്യമന്ത്രി പറഞ്ഞു. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായി പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങൾ, ബ്രിക്സ്, SCO, ഉഭയകക്ഷി സഹകരണം എന്നീ വിഷയങ്ങളും ശ്രീ ജയശങ്കർ ചർച്ച ചെയ്തു. 2 ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിലെത്തിയ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ ഇന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഗുരുവായൂരിൽ രാവിലെ 8 മണി മുതൽ 10 മണി വരെ വിവാഹം, ചോറൂണ്, ക്ഷേത്ര ദർശനം എന്നിവയ്ക്ക് നിയന്ത്രണമുണ്ടായിരിക്കും. ക്ഷേത്ര ദർശനത്തിന് ശേഷം കളമശ്ശേരിയിൽ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസിൽ വിദ്യാർത്ഥികളും അധ്യാപകരുമായി ഉപരാഷ്ട്രപതി ആശയവിനിമയം നടത്തും. ഉച്ചകഴിഞ്ഞ് അദ്ദേഹം ഡൽഹിക്ക് മടങ്ങും. ഡിഫൻസ് അക്കൌണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന കൺട്രോളേഴ്സ് കോൺഫറൻസ് ഇന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്യും. 3 ദിവസത്തെ സമ്മേളനത്തിൽ പ്രതിരോധ ബജറ്റ്, അക്കൌണ്ട്സ് പരിഷ്കരണം, ഓഡിറ്റ് നവീകരണം, വില നിർണ്ണയ പരിഷ്കരണം, ശേഷി വികസനം തുടങ്ങിയ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന 8 സെഷനുകൾ ഉണ്ടായിരിക്കും. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഇന്ന് ബീഹാർ സന്ദർശിക്കും. സമസ്തിപൂർ ജില്ലയിലെ കർപ്പുരി ഗ്രാം റെയിൽവേ സ്റ്റേഷനിൽ 17 കോടിയിലധികം രൂപയുടെ നിർമ്മാണ പദ്ധതികൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സഹമന്ത്രി രാംനാഥ് താക്കൂർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
ഇസ്രായേലും ഹമാസും തമ്മിൽ ഖത്തറിൽ വെടിനിർത്തൽ ചർച്ചകൾ ആരംഭിച്ചു. ആദ്യവട്ട ചർച്ച ധാരണയാകാതെ പിരിഞ്ഞതായി പലസ്തീൻ വൃത്തങ്ങൾ അറിയിച്ചു. 60 ദിവസത്തെ വെടിനിർത്തൽ, ബന്ദികളുടെ മോചനം, കൊല്ലപ്പെട്ട ബന്ദികളുടെ മൃതദേഹം കൈമാറൽ, ഇസ്രായേലി ജയിലുകളിൽ നിന്ന് പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കൽ എന്നിവ നിർദ്ദിഷ്ട കരാറിൽ ഉള്ളതായാണ് റിപ്പോർട്ട്. അതേസമയം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഇന്ന് വാഷിംഗ്ടണിൽ കൂടിക്കാഴ്ച നടത്തും. വെടിനിർത്തൽ ആവശ്യങ്ങളോട് ഹമാസിന്റെ ഭാഗത്തുനിന്ന് അനുകൂല പ്രതികരണമുണ്ടായെങ്കിലും ഇസ്രായേൽ സൈന്യത്തെ പൂർണ്ണമായി പിൻവലിക്കണമെന്ന് ഹമാസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനിടെ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണങ്ങളിൽ 30-ലധികം പേർ കൊല്ലപ്പെട്ടതായി ഗാസയിലെ ആശുപത്രി അധികൃതർ സ്ഥിരീകരിച്ചു. അമേരിക്കയിലെ ടെക്സാസിലുണ്ടായ പ്രളയത്തിൽ മരണസംഖ്യ 80ആയി. ഗ്വാലഡൂപ്പ് നദിക്കടുത്തുള്ള വേനൽക്കാല ക്യാമ്പായ ക്യാമ്പ് മിസ്റ്റിക്കിൽ നിന്ന് കാണാതായ 11 പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നു. ട്രാവൻസ് കൌണ്ടിയിൽ 5 മരണവും ബെർണറ്റ് കൌണ്ടിയിൽ 3 മരണങ്ങളും കെൻഡാൽ കൌണ്ടിയിൽ 2 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 850-ലധികം പേരെ രക്ഷപ്പെടുത്തി. സുരിനാമിലെ ആദ്യ വനിതാ പ്രസിഡന്റായി ജെനിഫർ സൈമൺസ് തിരഞ്ഞെടുക്കപ്പെട്ടു. ഭരണ പ്രതിപക്ഷ കക്ഷികൾക്ക് ഭൂരിപക്ഷം ലഭിക്കാതെ വന്നതോടെ തൂക്ക് മന്ത്രിസഭ എന്ന തീരുമാനത്തിലെത്തുകയും സൈമണിനെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കുകയുമായിരുന്നു. ഡോക്ടറും മുൻ പാർലമെന്ററി സ്പീക്കറുമാണ് സൈമൺസ്. മെയ് 25-ന് നടന്ന തിരഞ്ഞെടുപ്പിൽ സൈമൺസിന്റെ നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി 18 സീറ്റുകളും നിലവിലെ ഭരണകക്ഷിയായ പ്രോഗ്രസീവ് റിഫോംസ് പാർട്ടി 17 സീറ്റും മറ്റ് പാർട്ടികൾ 16 സീറ്റുമാണ് നേടിയത്. ബെർമിംഗ്ഹാമിലെ എഡ്ജ്ബാസ്റ്റണിൽ നടന്ന ആൻഡേഴ്സൺ ടെൻഡുൽക്കർ ട്രോഫി 2ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ആതിഥേയരായ ഇംഗ്ലണ്ടിനെ 336 റൺസിന് പരാജയപ്പെടുത്തിയ ഇന്ത്യ ചരിത്ര വിജയം നേടി. ഇതോടെ പരമ്പര 1-1 സമനിലയിലായി. ലോർഡ്സിലാണ് 3ാം ടെസ്റ്റ്. എഡ്ജ്ബാസ്റ്റണിൽ ഇന്ത്യയുടെ ആദ്യ ടെസ്റ്റ് വിജയമാണിത്. മുൻപ് എഡ്ജ്ബാസ്റ്റണിൽ കളിച്ച 8 ടെസ്റ്റുകളിൽ 7ഉം ഇന്ത്യ തോറ്റിരുന്നു. 1986-ൽ കളിച്ച ഒരു മത്സരം മാത്രമാണ് ഇന്ത്യക്ക് സമനിലയിലാക്കാൻ കഴിഞ്ഞിരുന്നത്. 5ാം ദിനം മഴ മൂലം 100 മിനിറ്റ് വൈകിട്ടും ആതിഥേയരുടെ ശേഷിക്കുന്ന 7 വിക്കറ്റുകൾ വീഴ്ത്താൻ ഇന്ത്യൻ ബൌളർമാർക്ക് സാധിച്ചു. ആകാശ് ദീപ് മത്സരത്തിൽ 10 വിക്കറ്റ് നേട്ടം കൈവരിച്ചു. 7 വിക്കറ്റുകൾ വീഴ്ത്തിയ മുഹമ്മദ് സിറാജ് അദ്ദേഹത്തിന് മികച്ച പിന്തുണ നൽകി. ആദ്യ ഇന്നിംഗ്സിൽ 269 റൺസും 2ാം ഇന്നിംഗ്സിൽ 161 റൺസും ഉൾപ്പെടെ ക്യാപ്റ്റൻ ശുഭ്മൻ ഗിൽ നേടിയ 430 റൺസാണ് ഇന്ത്യയെ വിജയത്തിലെത്തിച്ചത്. ഗിൽ തന്നെയാണ് കളിയിലെ താരം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കസാഖിസ്ഥാനിലെ അസ്താനയിൽ നടക്കുന്ന ലോക ബോക്സിംഗ് കപ്പിൽ വനിതകളുടെ 54 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ സാക്ഷി ചൌധരിക്ക് സ്വർണം. അമേരിക്കയുടെ യോസലിൻ പെരസിനെയാണ് ഫൈനലിൽ സാക്ഷി പരാജയപ്പെടുത്തിയത്. വനിതകളുടെ 48 കിലോഗ്രാം വിഭാഗത്തിൽ മീനാക്ഷി, 80 കിലോഗ്രാം വിഭാഗത്തിൽ പൂജ റാണി, പുരുഷന്മാരുടെ 85 കിലോഗ്രാം വിഭാഗത്തിൽ ജുഗ്നു എന്നിവർ വെള്ളി മെഡൽ നേടി. വിംബിൾഡൺ ടെന്നീസ് പുരുഷന്മാരുടെ മിക്സഡ് ഡബിൾസിൽ ഇന്ത്യയുടെ യുകി ഭാംബ്രി, റോബർട്ട് ഗാലോവി സഖ്യം ഇന്നിറങ്ങും. ഇന്നലെ നടന്ന മിക്സഡ് ഡബിൾസിൽ ഭാംബ്രി സിയാങ് സിൻസു സഖ്യം ചൈനീസ് സഖ്യത്തോട് പരാജയപ്പെട്ടു. അതേസമയം കാർലോസ് അൽക്കാരസ്, അരീന സെബലങ്ക എന്നിവർ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. കേരള സർവകലാശാലയിൽ ഇന്നലെ ചേർന്ന അടിയന്തര സിൻഡിക്കേറ്റ് യോഗവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉൾപ്പെടെ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. സസ്പെൻഷനിലായ രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ നേരത്തെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. കേസ് പരിഗണിച്ച കോടതി ബന്ധപ്പെട്ട കക്ഷികളോട് സത്യവാങ്മൂലം സമർപ്പിക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. രജിസ്ട്രാറുടെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട് വൈസ് ചാൻസലറും സിൻഡിക്കേറ്റും വെവ്വേറെ സത്യവാങ്മൂലം സമർപ്പിക്കുമെന്നാണ് സൂചന. തർക്കം രൂക്ഷമായ സാഹചര്യത്തിൽ ഹൈക്കോടതി തീരുമാനം നിർണായകമാകും. കേരളത്തിൽ നിപ പ്രതിരോധ നടപടികൾ തുടരുന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ഇന്നലെ ഉന്നതതല യോഗം ചേർന്നു. നിപ സമ്പർക്ക പട്ടികയിൽ നിലവിൽ 383 പേരാണ് ഉള്ളത്. മലപ്പുറം ജില്ലയിൽ നിപ ബാധിച്ച വ്യക്തിയുടെ സമ്പർക്ക പട്ടികയിലുള്ള 241 പേരും പാലക്കാട്ടെ നിപ രോഗിയുടെ സമ്പർക്ക പട്ടികയിലുള്ള 142 പേരും നിരീക്ഷണത്തിലാണ്. മലപ്പുറത്ത് നിപ ലക്ഷണങ്ങളോടെ 12 പേരാണ് ചികിത്സയിലുള്ളത്. പാലക്കാട്ട് 4 പേരും ചികിത്സയിലാണ്. സംസ്ഥാനത്ത് അടുത്ത 4 ദിവസം ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കർണാടക തീരത്ത് മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇടുക്കി ജില്ലയിലെ ജീപ്പ് സവാരികൾക്ക് ജില്ലാ കളക്ടർ നിരോധനം ഏർപ്പെടുത്തി. തുടരെയുണ്ടാകുന്ന അപകടങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നിരോധനം. പ്രധാന വാർത്തകൾ വീണ്ടും. പഹൽഗാം ഭീകരാക്രമണം മാനവരാശിക്കെതിരായ ആക്രമണമെന്ന് ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരാക്രമണത്തെ അപലപിക്കുന്ന ബ്രിക്സ് പ്രഖ്യാപനത്തിന് പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഇറാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് അബ്ബാസ് അരക്ഷിയുമായി റിയോ ഡി ജനീറോയിൽ കൂടിക്കാഴ്ച നടത്തി. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ ഇന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തും. കളമശ്ശേരി ന്യൂവാൽസിൽ വിദ്യാർത്ഥികളുമായും അധ്യാപകരുമായും സംവദിക്കും. സസ്പെൻഷനെതിരായി കേരള സർവകലാശാല രജിസ്ട്രാർ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ഗാസയിൽ സമാധാനത്തിന് വഴി തെളിയുന്നു. ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ചർച്ചകൾ ഖത്തറിൽ.
എഡ്ജ്ബാസ്റ്റണിൽ ഇന്ത്യയ്ക്ക് ചരിത്ര ജയം. ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ 336 റൺസ് ജയത്തോടെ പരമ്പരയിൽ ഒപ്പത്തിനൊപ്പം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.